നമസ്കാരം. അഘോര വിഷൻ ചാനലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും ആർദ്രമായ സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഞാൻ ഇടുന്ന വീഡിയോ ഉടനെ തന്നെ നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. ഈ ചാനൽ ഇഷ്ടപ്പെടുന്നവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ താല്പര്യപ്പെടുന്നു. ഇന്നത്തെ വിഷയം ശുക്രൻ ഭരണി നക്ഷത്രത്തിൽ എത്തിയോട് കൂടിയിട്ട് 12 രാശിക്കാരിലും ജീവിതത്തിൽ ഗുണാനുഭവങ്ങൾ ഏറിയിരിക്കാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. ശുക്രന്റെ ഈ നക്ഷത്രമാറ്റം വളരെയധികം 12 രാശിക്കാരിലും ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് പോകാൻ ഇരിക്കുകയാണ്. ഇങ്ങനെ പോകുന്ന ഈ ശുക്രന്റെ ഈ ചലനം വളരെയധികം ആഡംബര വസ്തുക്കളൊക്കെ വാങ്ങിക്കാനും സാമ്പത്തികമായി ഉയർച്ചയിലെത്താനും അതുപോലെ തന്നെ നമ്മൾ ഏത് കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോഴും ഈ ഒരു അവസ്ഥ അനുകൂല സ്ഥിതി കൊണ്ടുവരുമെന്നാണ് വിശ്വസിക്കുന്നത്. 12 രാശിക്കാരിലും ഈ ഒരു അനുഭവം ഉണ്ടാവുമെങ്കിലും അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് 4 രാശിക്കാർക്കാണ് ഫലം ഏറിയിരിക്കുക എന്നുള്ളത് നോക്കാം. അത് ഏതൊക്കെ രാശിക്കാരാണ്, ആ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഏതാണെന്നും നമുക്ക് നോക്കിയെടുക്കാം. അവർക്ക് തീർച്ച തന്നെയാണ് ഗുണാനുഭവങ്ങൾ കൂടിയിരിക്കും. മറ്റുള്ളവർക്ക് അനുഭവം ഉണ്ടാവുമെങ്കിലും ഇത് അവരെക്കാളും കൂടുതൽ ഈ 4 രാശിക്കാർക്ക്, പ്രത്യേകിച്ച് ഈ 4 രാശിക്കാർക്ക് ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. ശുക്രന്റെ മാറ്റം എല്ലാ തരത്തിലും ഇവരെ സംബന്ധിച്ച് അനുകൂലാവസ്ഥയിൽ എത്തുന്നതായിരിക്കും. ആ രാശിയിലെ ഒന്നാമത്തെ രാശി മേടം രാശിയാണ്. മേടം രാശിയിൽ വരുന്ന അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രക്കാർക്കാണ് ശുക്രന്റെ മാറ്റത്തോട് കൂടിയിട്ട് ഏറ്റവും ഗുണാനുഭവങ്ങൾ ലഭിക്കാൻ പോകുന്ന നക്ഷത്രക്കാർ. കാരണം ഈ ശുക്രന്റെ മാറ്റം ജീവിതത്തിൽ ഇവരെ സംബന്ധിച്ച്, ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് എല്ലാ മേഖലകളിലും, കാരണം ഇവര് പോലും പ്രതീക്ഷിക്കാണ്ട് ധനം കയ്യിലെത്തുന്ന ഒരു സമയം കൂടിയാണ്. പക്ഷെ ഇവർ എന്താണെന്ന് ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ കിട്ടുന്ന ധനം വളരെയധികം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട അവസ്ഥയാണ്. മേടം രാശിക്കാരെ സംബന്ധിച്ച് ധനം ലഭിക്കുമെങ്കിലും അത് നഷ്ടത്തിലേക്ക് കലാശിക്കാനും അതുപോലെ തന്നെ ചെലവ് വർദ്ധിക്കാനും ഒക്കെ സാധ്യത കൂടിയേറ്റ ഉള്ള ഒരു സമയമാണ് മേടം രാശിയിൽ വരുന്ന അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രക്കാർക്ക് ഉണ്ടാകാൻ പോകുന്നത്. മാത്രമല്ല ഇവർക്ക് എല്ലാ ഗുണാനുഭവങ്ങൾ ലഭിക്കുമെങ്കിലും അതിൽ എന്താ വെച്ചാൽ അതിനനുസരിച്ച് ചെലവ് വർദ്ധിക്കാൻ സാധ്യത കൂടുതലാണ് മേടം രാശിക്കാരെ സംബന്ധിച്ച് ഉള്ള ഒരു അനുഭവം വരാൻ പോകുന്നത്. അപ്പൊ ശുക്രന്റെ മാറ്റം ഇവർക്ക് അനുകൂലമാണെങ്കിൽ പോലും ചില ചെലവ് വർദ്ധിക്കാനുള്ള സാധ്യത കൂടുതലാണെന്നും കൂടി നമ്മൾ കണ്ട് ഇരിക്കണം എന്നുള്ളതാണ്. അപ്പൊ അടുത്തതായിട്ട് ഈ ഇടവൻ രാശിയാണ്. ഇടവൻ രാശിയിൽ വരുന്ന കാർത്തിക, മുക്കാല്, രോഹിണി, മകീരം, അര നക്ഷത്രക്കാർക്കാണ് ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ ലഭിക്കാൻ പോകുന്നത്. ഇവരെ സംബന്ധിച്ച് ഇവർ ചെയ്യുന്ന തൊഴിലിൽ ഏറ്റവും ഉയർച്ച തന്നെ ലഭിക്കും. കാരണം ഇപ്പൊ ചെയ്യുന്ന തൊഴിൽ എന്ത് തന്നെ ആയാലും അതിലൊരു മേന്മ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. ആ മേന്മ ഉണ്ടാവുന്നതോട് കൂടിയിട്ട് ഇവരുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടാനും സാധ്യത കൂടുതലാണ്. വിദേശത്തേക്കൊക്കെ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ഈ ഒരു അവസരം തീർച്ചയായിട്ടും ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ആഡംബര വസ്തുക്കൾ വാങ്ങിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാവും എന്ന് പറയുന്നു. കാരണം നമ്മളിപ്പോ വിവാഹം നടക്കാനും അതുപോലെ പ്രതീക്ഷിക്കാതിരിക്കുന്ന വിവാഹങ്ങളൊക്കെ വന്ന് നടക്കാനും അത് നിമിത്തം ധാരാളം ഭൂസ്വത്തുക്കൾ ലഭിക്കാനും ആഡംബര വസ്തുക്കൾ ലഭിക്കാനും ഈ ആൾക്കാർക്കൊക്കെ സാധ്യത കൂടുതലാണെന്നാണ് ശുക്രന്റെ മാറ്റത്തോട് കൂടിയിട്ട് ഇടവൻ രാശിയിൽ വരുന്ന നക്ഷത്രക്കാർ പ്രതീക്ഷിക്കേണ്ടത്. മാത്രമല്ല ഇവര് എന്ത് തന്നെ ഏത് ബിസിനസ് രംഗത്തും വിജയിക്കാൻ ഒരു ഉത്തമമായ ഒരു സമയമാണിത്. കാരണം ഇവര് പടക്കുതിരകളെ പോലെ ഓടുമെന്നാണ് പറയുന്നത്. അത്രയും സ്പീഡിലായിരിക്കും ഇവരെ വളർച്ച ജീവിതത്തിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. കാരണം ശുക്രൻ ഇവർക്ക് അനുകൂലനാണ്. മാത്രമല്ല ഇടവൻ രാശി ശുക്രന്റെ രാശി കൂടിയാണ്. അപ്പോ ഈ ശുക്രൻ അനുകൂലാവസ്ഥയിൽ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ നക്ഷത്രക്കാര് എന്തായാലും ജീവിതത്തിൽ വൻ വിജയം നേടുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഉറപ്പ് തന്നെ, തീർച്ചയാണ്. അച്ചട്ടായിട്ട് ഇരുന്നോളൂ, തീർച്ചയായിട്ടും നമുക്ക് ജീവിതത്തിൽ വിജയം ഉണ്ടാവും എന്നുള്ളത് ഉറപ്പിക്കാം. അടുത്തതായിട്ട് വരാൻ പോകുന്ന നക്ഷത്രക്കാര് തുലാം രാശിയിൽ വരുന്ന ചിത്തിരാര, ചോതി, വിശാഖം, മുക്കാൽ നക്ഷത്രക്കാരാണ്. തുലാം രാശിയിൽ വരുന്ന ചിത്തിരാര, ചോതി, വിശാഖം, മുക്കാൽ നക്ഷത്രക്കാരാണ് ഏറ്റവും ശുക്രന്റെ മാറ്റത്തോട് കൂടിയിട്ട് ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന നക്ഷത്രക്കാർ. കാരണം ശുക്രന്റെ മറ്റൊരു രാശിയാണ് തുലാം. അപ്പൊ ശുക്രൻ
ഈ ഭരണി നക്ഷത്രത്തിൽ വന്നതോട് കൂടിയിട്ട് ഈ പറയുന്ന രാശിക്കാരിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഏറ്റവും ശുഭകരമായ ഫലങ്ങളാണ് ലഭിക്കാൻ പോകുന്നത്. അത് ആഡംബരമായിട്ട് ഒരു വീട് വെക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ആഡംബര വീടിനുള്ള സാധ്യത കൂടുതലാണ്. ആഡംബരമായിട്ട് തന്നെ ആ വീടിന്റെ പൂർണ്ണമായ ഫിനിഷിംഗ് പണി നടക്കാനുള്ള ഒരു അവസരം കൂടിയാണിത്. കാരണം ഇവരിപ്പോ വാഹനങ്ങളൊക്കെ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്, തീർച്ചയായിട്ടും അവരുടെ കയ്യിൽ വാഹനം എത്തും. നല്ല ആഡംബര വാഹനം തന്നെ അവരുടെ കയ്യിൽ എത്താൻ സാധ്യത കൂടുതലാണ്. സാധാരണ ഒരു വാഹനം വാങ്ങിക്കുന്ന ആൾക്കാരാണെങ്കിൽ പോലും അത് അവരുടെ കയ്യിലെത്താൻ സാധ്യത കൂടുതലാണ്. ഒരു ആഡംബര വസ്തു വാങ്ങിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും ഉചിതമായ സമയമാണ് ശുക്രന്റെ മാറ്റം. അവർ പോലും അറിയാതെ അവരുടെ കയ്യിലേക്ക് ഈ ആഡംബര വസ്തുക്കൾ എത്തിയിരിക്കുന്ന സമയമാണ്, എത്താൻ പോകുന്ന സമയമാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഒരു ഉന്മേഷവും ഉഷാറും ലഭിക്കാൻ ഉള്ള സമയമാണ്. പഠിച്ചതെല്ലാം ഓർമ്മയിൽ നിൽക്കാനും തീർച്ചയായിട്ടും വിദേശത്തേക്കൊക്കെ പഠിക്കാൻ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം കൂടി ഈ ശുക്രന്റെ മാറ്റത്തോട് കൂടിയിട്ട് തുലാം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ലഭിക്കാൻ പോകുന്നത് കാര്യങ്ങളാണ്. അടുത്തതായിട്ട് ഇനിയുള്ള നക്ഷത്രം ഒന്ന് വരുന്നത് മീനം രാശിയിൽ വരുന്ന പൂരുരുട്ടാതി കാല്, ഉത്തട്ടാതി, രേവതി നക്ഷത്രക്കാർക്കാണ് ഈ ഗുണാനുഭവങ്ങൾ ഏറിയിരിക്കുന്നത്. ശുക്രന്റെ മാറ്റത്തോട് കൂടിയിട്ട് ഇവർക്ക് ഏറ്റവും ശുഭ അനുഭവങ്ങൾ വരാൻ പോകുകയാണ്. കാരണം ശുക്രന്റെ ഉച്ചരാശിയാണ് മീനം. മീനം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഈ ഗുണഫലം തീർച്ചയായിട്ടും ലഭിക്കും എന്നുള്ളത് തന്നെയാണ്. പുതിയ വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വീട് വെക്കാനുള്ള അവസരം ഉണ്ടാവും എന്നാണ്. സാമ്പത്തിക സ്ഥിതി, അതായത് നല്ല ജോലിയൊക്കെ ലഭിക്കാനും ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ആ ജോലി ലഭിക്കാനും ഉള്ള ജോലിയിൽ പുരോഗതി ഉണ്ടാവാനും സാമ്പത്തിക മെച്ചം ഉണ്ടാവാനും ആഗ്രഹിക്കുന്ന നടക്കുന്ന ഒരു സമയം കൂടിയാണിത്. ശുക്രന്റെ മാറ്റത്തോട് കൂടിയിട്ട് മീനം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർ തീർച്ചയായും ലോട്ടറി പോലും എടുത്താൽ ഇവർക്ക് അടിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. കാരണം ലോട്ടറി എടുത്താൽ പോലും സാധ്യത കൂടുതലാണ് ഇവർക്ക്, മീനം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. കാരണം ലോട്ടറി എടുക്കാത്തവരൊന്നും എടുക്കണ്ട, എടുക്കുന്നവർ മാത്രം എടുത്താൽ മതി, ഒന്ന് പരീക്ഷിച്ചു നോക്കുക. കാരണം ഈ ഒരു സമയത്ത് ഇവരെ സംബന്ധിച്ച് നല്ല ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന സമയമാണ്. അതായത് ലോട്ടറി പോലുള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് ലഭിക്കാൻ സാധ്യത കൂടുതലാണ് എന്നുള്ളതാണ്. കാരണം അതിപ്പോൾ ലോട്ടറി തന്നെ ആവണമെന്നില്ല, നിങ്ങൾക്ക് പിന്നെ ചിട്ടിയാവാം, നിങ്ങൾക്ക് അങ്ങനെ ഭാഗ്യപരീക്ഷണം നടത്തുന്ന പല മേഖലകളും ആവാം. അതിൽ നിന്ന് ലാഭം കിട്ടാം നിങ്ങൾക്ക്. നിങ്ങൾ ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ അതിൽ നിന്ന് ലാഭം ലഭിക്കാം. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ലാഭങ്ങളായിരിക്കും ലഭിക്കുക. അത് ഇന്ന ബിസിനസ് എന്നില്ല, ഏത് ബിസിനസ് ചെയ്യുന്നു, ചെറിയ ബിസിനസ് ചെയ്യുന്നവരായാലും അതിന്റെ വരുമാനത്തിനനുസരിച്ച് ലാഭം കിട്ടാനും വലിയ വലിയ ബിസിനസ്സുകാർക്ക് കോടികൾ ലാഭം കൊയ്യാനും ഉള്ള ഒരു ഏറ്റവും ഉചിതമായ ഒരു സമയമാണ് ശുക്രന്റെ മാറ്റം. അപ്പൊ ഈ മീനൻ രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഏറ്റവും ഗുണാനുഭവങ്ങൾ ഏറിയിരിക്കുന്ന ഒരു സമയമാണെന്ന് അറിയണം. മാത്രമല്ല ഈ ചെറിയ വിഷയമാണിത്, ചെറിയൊരു കാര്യം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ ഒന്ന് അമർത്തുക. ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് ഉടനെ തന്നെ ലഭിക്കുന്നതായിരിക്കും. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. ഈ ചാനൽ ഇഷ്ടപ്പെടുന്നവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ താല്പര്യപ്പെടുന്നു. പുതിയൊരു വീഡിയോയിൽ പുതിയൊരു അറിവുമായി കാണുന്നത് വരേക്ക് നിങ്ങൾക്ക് ഏവർക്കും നന്ദി, നമസ്കാരം.